ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം ആദ്യം വായിച്ചു കേൾക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ദൈവത്തിൻ്റെ മഹത്വം. ഭാഗ്യവാനാകുമെന്നാണ് വചനം പറയുന്നത്. ആരാണ് ഭാഗ്യവാനാകുന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി, ന്യായപ്രമാണത്തെ ഉറ്റുനോക്കി അതിന് പ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ. ഉറ്റുനോക്കുക, ലുക്കിംഗ് സ്റ്റഡിലി, ലുക്കിംഗ് കെയർഫുള്ളി ഇൻ ദി ഫോൾട്ട്ലെസ് ലോ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യവചനത്തിലേക്ക് ഉറ്റുനോക്കുക. നമ്മുടെ ധ്യാന വിഷയം ഉറ്റുനോക്കുക എന്നുള്ളതാണ്. ഉറ്റുനോക്കുക, കേന്ദ്രീകരിച്ച് നോക്കുക, ശ്രദ്ധയോടെ നോക്കുക, പതറാതെ നോക്കുക. എങ്ങോട്ടെല്ലാമാണ് നാം നോക്കേണ്ടത്? വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. ദൈവത്തിൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ശ്രദ്ധയോടെ തിരിഞ്ഞു നോക്കണം, ശ്രദ്ധയോടെ ഉറ്റുനോക്കണം. സ്റ്റഡിലി ലുക്ക് കെയർഫുള്ളി. എങ്ങോട്ടാണ്? വെട്ടിയെടുത്ത പാറയിലേക്ക്, കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക്. നന്ദിയോടെ സ്തോത്രം. നിങ്ങൾക്കർത്ഥം മനസ്സിലായോ? നോക്കാൻ കൊള്ളാവുന്നൊരു ഇടമുണ്ട്. ക്രിസ്തുവാകുന്ന പാറ കാൽവറിയിൽ വെട്ടേറ്റ് മുറിഞ്ഞ് ആഴത്തിൽ മുറിവുമായി കിടക്കുന്നതായ കാഴ്ച. എന്തിനാണ് വെട്ടിയത്? എന്നെ പണിതെടുക്കാൻ വേണ്ടിയിട്ടാണ്. തിരുവിലാവ് കുത്തി തുറന്നു. അതൊരു വലിയ ഖനിഗർഭമാണ്. അവിടെ നിന്നാണ് മനുഷ്യവർഗത്തിനുള്ള സകല അനുഗ്രഹങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. ആ ചങ്ക് കുത്തി തുറന്നപ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ ഉറവ തുറന്നത്. പാപമോചനത്തിൻ്റെ അധികാരമുള്ള രക്തത്തിൻ്റെ ഉറവ തുറന്നത്. സ്വർഗരാജ്യത്തിലേക്കുള്ള ഏക വാതിൽ തുറന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ കൺമുമ്പിൽ അത് തെളിഞ്ഞ് കണ്ടിട്ടുണ്ടോ? നിങ്ങളതിലേക്കൊന്ന് ഉറ്റുനോക്കിയിട്ടുണ്ടോ? നമ്മുടെ പിതാക്കന്മാർ പാടി, തൂക്കപ്പെട്ടു മരത്തിൽ, വിലാവ് തുറന്നു ആ ചവളം, രക്തം വെള്ളമൊഴുകുന്ന മിശിഹായെ അവർ കണ്ടു എന്ന്. അവർ ദേവാലയത്തിൽ ചെന്നപ്പോൾ മനോഹരമായ അനേക കാഴ്ചവസ്തുക്കൾ ഉണ്ട് എങ്കിലും അവരുടെ കണ്ണ് കേന്ദ്രീകരിച്ചത് കാൽവറിയിൽ തുറക്കപ്പെട്ട തിരുവിലാവുമായി കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലാണ്. അവർക്കറിയാം അവിടെ നിന്നാണ് അനുഗ്രഹം ഒഴുകി വരുന്നത്. എന്നിട്ട് ജനത്തെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ ഈ ഉറവ തുറന്ന രംഗത്തേക്ക് കടന്നു വരണം, ക്രൂശിൻ ചോട്ടിലേക്ക് കടന്നു വരണം. എന്തനുഗ്രഹം കിട്ടാനാണ്? മോചനമതിനായി പാപികളെ വരുവീൻ യാചിപ്പിൻ. പാപമോചനത്തിൻ്റെ ഉറവ, രോഗശാന്തിയുടെ ഉറവ, അനുഗ്രഹത്തിൻ്റെ ഉറവ, സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ തുറന്ന രംഗം. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ആ വെട്ടിയെടുത്ത പാറ, കുഴിച്ചെടുത്ത ഖനിഗർഭം, അതൊരു വനത്തിലല്ലേ? അത് കാട് പിടിച്ച് കിടന്ന സ്ഥലത്തല്ലായിരുന്നോ ആ പാറ? ദൈവമക്കളെ, എന്തെല്ലാം വിഷപ്പാമ്പുകൾ എഴഞ്ഞു നടന്നതാണ് ആ പാറയുടെ മേളിൽ കൂടി. എന്തെല്ലാം മൃഗങ്ങൾ അതിലെ നടന്നതാണ്. എന്തെല്ലാം വന്യജീവികൾ ചവിട്ടി നടന്ന് അവിടെ കിടന്നതാണ്. ഒന്നിനും കൊള്ളില്ലാത്ത പുറംപറമ്പിൽ കിടന്നതായ പാറ. പൊന്നുതമ്പുരാൻ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വെട്ടേറ്റതുകൊണ്ട് നമുക്ക് പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ കല്ലായി മാറുവാൻ സാധിച്ചു. ആ കല്ലെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യമാണ്. അതിനൊരു ഖനിഗർഭം തുറന്നു. അത് പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി, രക്തവും വെള്ളവും ഒഴുകി. ആ ഒഴുക്ക് ശുദ്ധീകരണത്തിൻ്റെ ഒഴുക്കാണ്. പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും ശുദ്ധീകരണത്തിനായി തുറക്കപ്പെട്ട ഉറവയാണ്. ഞാൻ ആദ്യമേ തന്നെ ആ ഉറ്റുനോക്കേണ്ട രംഗം
വിരൽ ചൂണ്ടി കാണിച്ചു തരികയാണ്, നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് വരാമോ? കുടുംബാഭിയായിരുന്ന, പാപക്കുഴിയിൽ കിടന്ന, മൃഗീയമായ വാസനകൾ ഉണ്ടായിരുന്ന, തനി ജഡീകനും ലൗകികനുമായി ലോകത്തിൻ്റെ ജഡത്തിൻ്റെ പാപത്തിൻ്റെ പിന്നാലെ നടന്ന ഈ ഏറ്റവും നിസ്സാരനും പാപിയുമായ ഞാൻ ഇവിടെ നിൽക്കുവാൻ ഒറ്റ കാരണം കാൽവറിയിൽ വെട്ടപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചങ്ക് തുറന്നൊഴുകിയതായ രക്തമാണ്. വേറെ ഒരു യോഗ്യതയുടെ കണികയും എനിക്ക് പറയാനില്ല. ആ സ്വർഗീയമായ ശാന്തിയും സമാധാനവും അനുഭവിച്ചുകൊണ്ടും ആ ദിവ്യ ദർശനമുള്ളിൽ കണ്ടുകൊണ്ടും ദൈവമക്കളെ, കേൾവിക്കാരായ നിങ്ങളെ ഓരോരുത്തരെയും വളരെ വിനയത്തോടെ ഒന്ന് ക്ഷണിക്കുകയാണ്. ക്രൂശിൻ ചോട്ടിലേക്കൊന്ന് വരാമോ? ആ വെട്ടിയെടുത്ത വെട്ടേറ്റ് കിടക്കുന്ന പാറയിലേക്കൊന്ന് വരാമോ? തുറക്കപ്പെട്ട തിരുവിലാലേക്കൊന്ന് നോക്കാമോ? പാപത്തോടൊന്ന് യാത്ര പറയാമോ? ഒരു പുതിയ അധ്യായം തുടങ്ങാമോ? ദൈവത്തിന് സ്തോത്രം. ഒന്ന് തിരിഞ്ഞു നോട്ടം എങ്ങോട്ട്? വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും. രണ്ടാമത്തെ ഏതാണ്? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് അവിടെയും ഒരു തിരിഞ്ഞു നോട്ടം കാണുവാനായിട്ട് സാധിക്കും. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ തിരിഞ്ഞു നിന്ന് നോക്കി ഉപ്പ് തൂണായി ഭവിച്ചു. ഉപ്പുതൂണായി ഭവിച്ചു. ദൈവമക്കളെ, ഒരു സാധന പാഠമായി ഇന്നും ആ ഉപ്പുതൂൺ അവിടെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, ഒരിക്കൽ വിട്ടതിലേക്ക്, ഒരിക്കൽ വെറുത്തതിലേക്ക്, ഒരിക്കൽ വേണ്ട എന്ന് വെച്ചതിലേക്ക് തിരിഞ്ഞു നോക്കിയവരാരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? ഗൗരവത്തോടെ കേൾക്കണം. ജീവൻ പോവും. ലജ്ജാപാത്രമായി, നിന്നാപാത്രമായി മറ്റുള്ളവരുടെ മുമ്പിൽ ചലനമറ്റ് നിൽക്കേണ്ടതായിട്ട് വരും. ഉപ്പുതൂണായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവമക്കളുടെ തുടക്കം പലപ്പോഴും നല്ലതാണ്. അവർ ക്രൂശെ നോക്കി യാത്ര തുടങ്ങിയവരാണ്. പക്ഷേ പിന്നീട് അവരുടെ കണ്ണ് പലതിലേക്കും പരിധി മാറിപ്പോവുകയാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ നോട്ടം തെറ്റിയതുകൊണ്ട് വലിയ വലിയ കെടുതികൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. വീരന്മാർ പട്ടുപോയതായ പാതയാണ്. തുടങ്ങാൻ എളുപ്പമാണ് ദൈവമക്കളെ, മുന്നോട്ട് പോകാനും ഒരു പരിധി വരെ എളുപ്പമാണ്. പക്ഷേ തുടക്കമല്ല, ഒടുക്കമാണ് പ്രധാനം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണൊരിക്കലും കർത്താവായ യേശുക്രിസ്തു എന്ന് പറയാനായിട്ട് ഇടവരരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതായിരിക്കുന്ന യേശു. സഹോദര, പ്രായോഗികമായിട്ടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരിക്കൽ വേണ്ട എന്ന് വെച്ച പാപം തിരികെ എടുത്ത ആരെങ്കിലും ഉണ്ടോ? വിട്ടുകളഞ്ഞ പാപം വീണ്ടും ആവർത്തിച്ചത് ആരെങ്കിലും ഉണ്ടോ? ഒരിക്കൽ കോപിക്കില്ലാന്ന് തീരുമാനിച്ചു, ഭയമില്ലാതെ വീണ്ടും കോപത്തോട് ജ്വലിച്ച് സംസാരിക്കുന്ന പ്രകൃതി വീണ്ടും കയറി വന്നിട്ടുണ്ടോ? അശുദ്ധമായ നോട്ടം വീണ്ടും വന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. സ്വയത്തെ ക്രൂശ് കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു, വീണ്ടും സ്വയം തലപൊക്കി വന്നിട്ടുണ്ടോ? ഉണങ്ങിപ്പോയി എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ പലതിൻ്റെയും വേര് പച്ചയായിട്ട് നിൽക്കുന്നു. സാഹചര്യം വരുമ്പോൾ അത് തളർത്ത് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും വിട്ടതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. എബ്രായർക്ക് ലേഖനത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എബ്രായർ 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, കേട്ടവരാണ്, തീരുമാനമെടുത്തവരാണ്, പ്രകാശനം ലഭിച്ചവരാണ്, വചനത്തിൻ്റെ മാധുര്യം രുചിച്ചവരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മുന്നോട്ടാണോ അതേ പിന്മാറ്റത്തിലാണോ? പിന്മാറിപ്പോയാൽ അടുത്ത വാക്യം വായിച്ചേ. തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും. ഭയാനകമാണ് രംഗം. അത് പറയാൻ പോലെ എനിക്ക് പേടിയാണ്. തേജോമയനായ കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുകയാണ് പിന്മാറിപ്പോയ ദൈവമക്കൾ. ഈ ഭയാനകമായ രംഗത്തിൽ ഇപ്പോൾ വേദനയോടെ കഴിയുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടോ? കർത്താവിനെ ക്രൂശിക്കല്ലേ ദൈവമക്കളെ. അവനെ വീണ്ടും ആണി അടിക്കല്ലേ ദൈവമക്കളെ. അവനെ വീണ്ടും തുപ്പല്ലേ ദൈവമക്കളെ. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിക്കല്ലേ. നിനക്ക് നന്മ മാത്രമല്ലേ ചെയ്തു തന്നിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ പിന്മാറിപ്പോയി വീണ്ടും ക്രൂശിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ഉണരണം. അയ്യം വിളിക്കണം, ക്രൂശിനെ കെട്ടിപ്പിടിക്കണം.
അപ്പാ, സ്വർഗത്തോടും നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ മടങ്ങി വരണം. അതിപ്പോൾ നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ആശ്വാസം കണ്ടെത്തട്ടെ. മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവ് മറ്റു ചില വേലകളൊന്നും കണ്ടല്ല സന്തോഷിക്കുന്നത്. മനം തിരിഞ്ഞു വരണം. ഇന്ന് ഈ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ എത്രയോ പേര് പിന്മാറിപ്പോയിട്ടുണ്ട്. ജീവിതത്തിൽ നിരാശ വന്നിട്ടുണ്ട്. ഒരിക്കലെടുത്ത തീരുമാനത്തിൽ നിന്ന് വീണ്ടും പതറി മാറിയിട്ടുണ്ട്. ദൈവമക്കളെ, ഇന്ന് യഥാസ്ഥാനപ്പെടുന്ന ദിവസമായി മാറട്ടെ. കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വചനമായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവന് കരങ്ങളുണ്ട്. എന്തിനാണെന്നറിയാമോ? വീണവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, താണവരെ ഉയർത്തുവാൻ, നന്ദിയോടെ സ്തോത്രം, കടച്ചിട്ട് കീറിക്കളയുവാൻ, നിന്റെ തലമേൽ കൈവച്ച് അനുഗ്രഹിക്കുവാൻ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. എബ്രായർ തന്നെ 10:26 കൂടെ വായിച്ച്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, ദൈവവചനത്തിലൂടെ സത്യം എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടിയ ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, ദൈവമക്കളെ, ഭയാനകമായൊരു കാര്യമാണ്. മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. എല്ലാവരും അത് ഞെട്ടലോടെ കേൾക്കുന്നുണ്ടോ? മനഃപൂർവ്വം പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയാതെയാണ് നിങ്ങൾ പാപം ചെയ്തു പോകുന്നത്. നിങ്ങൾ സ്വയം ഒന്ന് ശോധന ചെയ്ത്. കോപിക്കുന്നു, തെറ്റാണെന്ന് അറിയാൻ വയ്യാതെ കോപിച്ചു പോയതാണോ? അശുദ്ധമായ മോഹത്തോടെ നോട്ടം തെറ്റാണെന്ന് അറിയാൻ വയ്യാതെ നോക്കുന്നതാണോ? അഹങ്കാരവും സ്വയവും തന്നിഷ്ടവും എല്ലാം തെറ്റാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവർ മാത്രമല്ല, നിത്യാഗ്നിയാണ് അവർക്ക് വെച്ചിരിക്കുന്നത്. നരകത്തിയിൽ വെന്തെരിയേണ്ടതായിട്ട് വരും. ഇന്ന് മനംതിരിവിൻ്റെ ദിവസമായി മാറണം. ഇന്നൊരു യൂ ടേൺ എടുക്കണം. ഇന്ന് നിങ്ങൾ മടങ്ങി വരണം. വചനം കേട്ട് കേട്ട് തഴമ്പിച്ചു പോയ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യാൻ ഞെട്ടലില്ലാത്ത ഒരു സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? പിതാക്കന്മാരുടെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ അവർ പാടി, ഞാൻ അഞ്ചുന്നൻ പാപത്താൽ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോവുകയാണ്, ഞാൻ വിറച്ചു പോവുകയാണ്, ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. കാരണം ഞാൻ ചെയ്തു വെച്ചതായിരിക്കുന്ന പാപങ്ങൾ സ്വർഗ വീട്ടിൽ കടക്കുവാൻ തടസ്സമായി ഒരു വേലി പോലെ, കരുത്തുള്ള മതിൽ പോലെ പണിത് പൊങ്ങിയിരിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ രക്തം വീഴട്ടെ, ആ മതിൽ ഇടിഞ്ഞു പോകട്ടെ, നിങ്ങൾ യഥാസ്ഥാനപ്പെടട്ടെ, കർത്താവിലേക്ക് മടങ്ങി വരട്ടെ, ക്രൂശിനെ കെട്ടിപ്പിടിക്കട്ടെ, പാപമോചനം ഒഴുകട്ടെ, യഥാസ്ഥാനപ്പെടുന്ന സ്വർഗീയ സന്തോഷത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരട്ടെ. ഒന്ന് വെട്ടിയെടുത്ത പാറയിലേക്ക് തിരിഞ്ഞു നോക്കി. ലോത്തിൻ്റെ ഭാര്യ ഒരിക്കൽ വിട്ടതിലേക്ക്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നാണെന്നറിയാമോ? അവൾ വിട്ടിട്ടില്ല ഉള്ളം കൊണ്ട്. അവളുടെ കാലുകൾ സോദോം ഗൊമോറയിൽ നിന്നൊക്കെ പുറത്താണ്. പക്ഷേ അവളുടെ ഹൃദയം ഇപ്പോൾ ആ തീയും കത്തുന്ന ഗന്ധകം ഇറങ്ങാൻ പോകുന്നതായ ദേശത്താണ്. പിടിച്ചിറക്കിയതല്ലേ? ദൈവത്തിൻ്റെ വചനം നിർബന്ധിച്ച് നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ചതല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് തിരിയണം. ഈ ദിവസം മാനസാന്തരത്തിൻ്റെ ദിവസമായി മാറണം. ഒരു വാക്യം കൂടി വായിക്കണം അതുമായി ബന്ധപ്പെട്ട്. 2 പത്രോസ് 2-ാം അധ്യായം 20 മുതൽ 22 വരെ വാക്യങ്ങൾ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യമിട്ട് ഓടിയവർ, ലോകത്തിന്റെ മാലിന്യം, പാപത്തോടുള്ളതായി വെറുപ്പ് വന്നവർ, മാലിന്യമിട്ട് ഓടിയവർ, അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ. എത്ര വ്യക്തമായിട്ടാണ് പൗലോസ്ലീഹായും പത്രോസ്ലീഹായും പറയുന്നത്. അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ഭയാനകമാണ് കേട്ടോ. ഹല്ലേലൂയ. ഞാനത് ഞെട്ടലോടെയാണ് പറയുന്നത്. കർത്താവേ, പാപത്തിലേക്ക് ഒരണുവിന് ഒരു തിരിഞ്ഞോട്ടം വരാതെ എന്നെയും കാക്കണമേ എന്ന് ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ജഡത്തിൽ ജീവിക്കുന്ന കാലം, വക്രതയും കോട്ടുനിറും തലമുറയുടെ മധ്യത്തിൽ ജീവിക്കുന്ന കാലം, സകലവിധം ലേച്ഛതകളും അന്ധകാരവും പൈശാചികമായിരിക്കുന്ന വ്യാപാരങ്ങൾ നിറഞ്ഞായി ലോകത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യനെ പൊന്നു കർത്താവേ കാത്തുകൊള്ളണമേ. ഇനി തിരിഞ്ഞു നോക്കാൻ ഇടവരരുതേ. ഉപ്പ് തൂണായി പോകും, തീ കരിയായി പോകും, അധികം ശിക്ഷാവിധി വരും. ദൈവമേ, ഇത് കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെന്ന് തട്ടി ഉണർത്തട്ടെ. ഒരു സത്യമാനസനത്തിലേക്ക് വരാൻ ഇന്നത്തെ ദിവസം മുഖാന്തരമായി തീരട്ടെ. ലോത്തിൻ്റെ ഭാര്യ വിട്ടതിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തിന് ലജ്ജാപാത്രമായി ഇന്ന് നിൽക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-11 വാക്യങ്ങൾ. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം.
യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിലാണ്. കർത്താവിനെ പ്രതിയാണ് ആ യാതന അവിടെ അനുഭവിക്കുന്നത്. സന്തോഷത്തോടെ കൂട്ടായ്മ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹിതം രുചിച്ചനുഭവിച്ച് ഹല്ലേലൂയ ദൈവമക്കളോട് ചേർന്ന് നടന്നായ ദേവദാസൻ ഒറ്റപ്പെട്ട് ഇപ്പോൾ ഇതാ പത്മോസ് ദ്വീപിലാണ്. ഒരു മനുഷ്യനുമില്ല. അങ്ങനെ വേദനയോടെ കഴിയുന്ന ആ സമയത്ത് മറക്കാത്തവനായ കർത്താവായ യേശുക്രിസ്തു, ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്തോത്രം. പാപിയെ സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, മോനെ നിൻ്റെ കൂടെ ആരും ഇല്ലെങ്കിലും, നിൻ്റെ അടുക്കലേക്ക് വരെ ആർക്കും വരാൻ സാധ്യമല്ല എങ്കിലും, പത്രോസ്ലിയാക്കോ തോമാസ്ലിയാക്കോ ആർക്കും അടുത്ത് വരാൻ ഒറ്റുകയില്ലെങ്കിലും എനിക്ക് അടുത്ത് വരാമല്ലോ, ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. സ്നേഹനിധിയായ കർത്താവായ യേശുക്രിസ്തു ഏകാന്തയിൽ വേദനയോടെ കഴിയുന്നതായ യോഹന്നാൻ ശ്ലീഹായുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു ശബ്ദം വെളിയിൽ നിന്ന് കേട്ടു, പുറകിൽ നിന്ന് കേട്ടു. തിരിഞ്ഞു നോക്കി, തേജമാനായ ദൈവത്തെ, മാറിൽ പൊൻകച്ച കെട്ടിയവനെ കണ്ടു. ജ്വലിക്കുന്ന തേജസ്സിന്റെ മുഖമായി നിൽക്കുന്ന കർത്താവിനെ കണ്ടു. വായിച്ചേ. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. മകനെ, നീ നിരാശപ്പെടണ്ട. മകളെ, നീ ഭാരപ്പെടണ്ട. നീ ഒറ്റപ്പെട്ടവളാണെന്ന് ധരിക്കണ്ട. ആർക്കും നിന്നെ വേണ്ട എന്ന് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന സഹോദരി സഹോദര, നിന്നെ സ്നേഹിച്ച് തലോടി സ്വാതന്ത്ര്യം തരുവാൻ ഇന്നും എൻ്റെ കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു. ആ പൊന്നു കർത്താവിൻ്റെ ആണിപ്പഴുത്തുള്ള കരത്തിൻ്റെ സ്നേഹതലോടലിൻ്റെ ചൂടും മാധുര്യവും അല്പം ഒന്ന് രുചിച്ചുകൊണ്ടാണ് തികച്ചും നിസ്സാരനായ അടിയൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൽ പോരാട്ടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്ത് ചെയ്യേണ്ടു വിചാരിച്ച് പകച്ചു നിൽക്കുന്ന സമയങ്ങളുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് ഭേദിപ്പെടുത്തുന്ന രംഗങ്ങൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ദൈവമക്കളെ, അടിയന് നിൽക്കാൻ കാരണം എനിക്ക് ശാരാൻ്റെ മാറുവിടമുണ്ട്, കൈവിടാത്ത 2 കരങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ ചൂട് ഇന്നും രുചിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഈ ലോകത്തിൽ എന്തും മാറിപ്പോകും, കൂട്ടായ്മകൾ മാറിപ്പോകാം, നടത്തുന്ന ദൈവമക്കൾ മാറിപ്പോകാം. നന്ദിയോടെ ആത്മീയമായിരിക്കുന്ന അന്തരീക്ഷം ചിലപ്പോൾ മലീമസമായി എന്ന് വന്നേക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. കൂട്ടുകാർ പിരിഞ്ഞിടും, സഹോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന, എൻ്റെ ചങ്കിനകത്ത് വെച്ച് പൂജിക്കുന്ന പ്രാണപ്രിയനായ കർത്താവായ യേശുക്രിസ്തു തരുന്ന ആശ്വാസം ഞാൻ പറയും, ശാശ്വതമായ ആശ്വാസമാണ്. അത് നിത്യാശ്വാസമാണ്. ആ ഉറവ് ഒരിക്കലും വറ്റിപ്പോകുകയില്ല. ജീവിതത്തിൽ വചനം പറഞ്ഞ് നടക്കാൻ ഒരേ ഒരു പ്രേരിപ്പിക്കുന്ന ഘടകം മാത്രമേ ഉള്ളൂ. ദൈവം എന്തെല്ലാം മാറിപ്പോയാലും മാറ്റമില്ലാതെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നിലനിൽക്കുന്ന ഒറ്റാത്ത തങ്കച്ചോര ഒഴുക്കിക്കൊണ്ട് നിൽക്കുന്ന കർത്താവായി യേശുക്രിസ്തുവിനെ നിങ്ങളിന്ന് കാണണം, കെട്ടിപ്പിടിക്കണം, രുചിക്കണം. അവനെ ചങ്കിനകത്ത് കർത്താവിൻ്റെ രക്ഷിതമായിട്ട് സ്വീകരിക്കണം. നന്ദിയോടെ സ്തോത്രം. അവൻ തിരിഞ്ഞു നോക്കി, കാണാൻ കൊള്ളാവുന്ന യേശുവിനെ കണ്ടു. ആ യോഹന്നാൻ ശ്ലീഹ കണ്ട യേശു ഇന്ന് യാഥാർത്ഥ്യമല്ലേ? അവനല്ലേ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അവനല്ലേ വചനമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ 17-18 വാക്യങ്ങൾ വായിച്ച്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അതിപ്പോൾ നടക്കണം. നിങ്ങളൊന്ന് കൊതിയോടെ പ്രാർത്ഥിച്ച്. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായി 2-3 പേര് എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞവൻ നമ്മുടെ മധ്യത്തിൽ ഉയർത്തെന്നേറ്റ കർത്താവ് തേജസ്സോടെ വന്നിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ അത് കണ്ടു, താളടിയായി അക്കാൽക്കലങ്ങ് വീണു. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിലും പൊന്നു കർത്താവിൻ്റെ ആണിപ്പടുത്തുള്ള കാൽക്കൽ കവിട് വീണ് കിടക്കുകയാണ്. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വിശ്വാസത്തിൻ്റെ കരകളുടെ കാലിലൊന്ന് തൊടുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ കാലിൽ തൊടുമ്പോൾ എൻ്റെ പൊന്നു കർത്താവിൻ്റെ രക്തം വാർന്നളിക്കുന്ന ആണിപ്പടുത്തുള്ള കരം എൻ്റെ തലമേൽ വയ്ക്കുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ് ദൈവമക്കളെ. ഇവിടെയാണ് അനുഗ്രഹം പകരുന്നത്. നന്ദിയോടെ സ്തോത്രം. തേജോമയനായ കർത്താവായ യേശുക്രിസ്തു എൻ്റെ വാക്കുകളുടെ മെച്ചമൊന്നുമല്ല പറയുന്നു. യേശു വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ, അനുതാപത്തോടെ, പാപത്തോട് യാത്ര പറഞ്ഞ് ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടിയായി ജീവിക്കാമെന്നുള്ള തീരുമാനത്തോടെ അരുമനാഥൻ്റെ കാൽക്കൽ വീണ് പാപിനിയായ സ്ത്രീയെ പോലെ കണ്ണുനീരോടെ കാൽപാദം മുത്തുന്ന ദൈവമക്കളുടെ തലമേൽ അനുഗ്രഹത്തിൻ്റെ കരം ഇന്ന് വന്ന് വീഴുന്ന സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷമാണിത്. അപ്പോൾ പാപമോചനം ഒഴുകി വരും, രോഗശാന്തി ഒഴുകി വരും, ശാപം മുറിഞ്ഞു പോകും, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടും. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ,
ആ സ്നേഹവാന യേശു ഇന്നും ജീവിക്കുന്നു. വചനം കേട്ടാൽ തിരിയണം കേട്ടോ. ഇന്ന് തിരിയാതെ ഒരു കുഞ്ഞും മാറിപ്പോകരുത്. നന്ദിയോടെ സ്തോത്രം. വീണ്ടും വായിച്ച് ഹല്ലേലൂയ. ലൂക്കോസ് 22:56-57. അവൻ തീവെട്ടത്തിനടുത്തേ ഇരിക്കുന്നത്, പത്രോസ്ലീഹ തീവെട്ടത്തിന്റെ അടുത്ത് ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ട് അവനെ ഉറ്റുനോക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുവാൻ വേണ്ടി അകത്തേക്ക് കൊണ്ടുപോയി. തണുപ്പുള്ള രാത്രിയാണ്. പലരും വെളിയിലിരുന്ന് തീ കായുന്നുണ്ട്. ആ സുഖം, ആ തീയുടെ ചൂട് ഒന്ന് അനുഭവിക്കാൻ ജഡീക സുഖത്തിൽ വീണ് പത്രോസ്ലീഹായും അവരുടെ അടുക്കൽ ഇരുന്നു. വായിച്ചോ. ഇവനും അവനോടുകൂടി ആയിരുന്നുവെന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, ഇരിക്കരുതാത്തടുത്ത് ഇരിക്കരുത്, ദൂരമേ പിൻഗമിക്കരുത്. ഞാനും എൻ്റെ കർത്താവ് ഒന്നായിരിക്കുന്ന അനുഭവത്തിലായിരിക്കണം, പിരിയാത്ത അനുഭവത്തിലായിരിക്കണം. തായ്തണ്ടും ചില്ലിയും പോലെ അഭേദ്യമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ സുദൃഢമായിരിക്കുന്ന ചൈതന്യത്തിൻ്റെ ബന്ധമുണ്ടായിരിക്കണം. നന്ദിയോടെ സ്തോത്രം. തലയോട് ചേർന്നിരിക്കുന്ന അവയവങ്ങൾ പോലെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളിൽ തള്ളിപ്പറഞ്ഞു. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം. ആ പൊന്നു കർത്താവിന് ഞാൻ അറിയുന്നില്ല എന്ന് കടൽക്കരയിൽ വെച്ച് വിളിച്ച് വേർതിരിച്ച് ദൈവികമായി ദൗത്യം പരമേൽപ്പിച്ചതല്ലേ? സ്വർഗീയമായ വെളിപ്പാടുകൾ നൽകിയതല്ലേ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞതല്ലേ? നന്ദിയോടെ സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് പ്രവർത്തിക്കുന്ന നേരിട്ട് കണ്ണാലെ കണ്ട് അനുഭവിച്ചതല്ലേ? കർത്താവ് വാഴ്ത്തിയതായിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അനുഭവിച്ച പത്രോസ്ലീഹയല്ലേ? എന്താ പറഞ്ഞത്? ഞാൻ അവനെ അറിയുന്നില്ല എന്നോ? ദൈവത്തിൻ്റെ മഹത്വം ആവർത്തിച്ച് പറഞ്ഞില്ലേ? എന്നാലും എനിക്കൊരു വാക്ക് നിങ്ങളോട് പറയാനുണ്ട്. 61-ാമത്തെ വാക്യം 61-62 വായിച്ച്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്കത് എത്രമാത്രം ശബ്ദത്തിൽ പറഞ്ഞാലും മതിയാവുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആരെയാണ് തിരിഞ്ഞു നോക്കിയത്? എൻ്റെ കർത്താവ്. തലേ കൈവച്ച് പ്രാഗി ആണയിട്ട് ഞാൻ 3 പ്രാവശ്യം അറിയുന്നില്ല അറിയുന്നില്ല എന്ന് പറഞ്ഞവനെ തിരിഞ്ഞു നോക്കുന്ന കരുണയുടെ കണ്ണുള്ള കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ആരിലേക്കെല്ലാം നോക്കുന്നുണ്ട്? വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ തിരിഞ്ഞു നോക്കി കർത്താവ്. ഇന്ന് നിങ്ങളെല്ലാവരെയും തിരിഞ്ഞു നോക്കുന്ന സമയമാണ്. എന്നെ നോക്കിയാണ്. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളറിഞ്ഞാൽ ആഗ്രഹം നിന്നോട് പറയാനായിട്ടുണ്ട്. ഹല്ലേലൂയ. അത് സാധിപ്പിച്ചു തരുന്ന നോട്ടമാണല്ലോ അത്. നന്ദിയോടെ സ്തോത്രം. 62-ാമത്തെ വാക്യം വായിച്ച്. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടവനെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഹല്ലേലൂയ. അവിടെ വീണ് കരയാവതേ മക്കള്. തെറ്റുപറ്റിപ്പോയല്ലോ. ഉപേക്ഷിക്കില്ലാത്ത കരങ്ങളുമായി എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് മാത്രമേ ആ പാപം ക്ഷമിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. എന്നാലും പത്രോസ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് വാതിൽ അടയ്ക്കുകയല്ലേ ചെയ്ത്. ദൈവത്തിൻ്റെ സ്തോത്രം. പത്രോസേ, നിനക്ക് വേണ്ടി വാതിൽ തുറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിന് സ്തോത്രം. വേഗം വായിച്ച് അടുത്ത നോട്ടം എന്താണ്? സംഖ്യാപുസ്തകം 21-8 വായിച്ച്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു വരികയാണ്. ദൈവത്തോട് മത്സരിച്ചു, മോശയോട് മത്സരിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മരുഭൂമിയിൽ ഇതാ അഗ്നിസർപ്പം വന്ന് അനേകരെ കടിച്ചു. കൊടിയ വിഷമുള്ളതായിരിക്കുന്ന അഗ്നിസർപ്പം വിഷം അനേകരുടെ ശരീരത്തിൽ വ്യാപിച്ചു. മരിക്കാൻ തുടങ്ങിയാണ്. മോശ യഹോവയോട് അപേക്ഷിച്ചു. ജനമെല്ലാം ഇങ്ങനെ വീണ് മരിക്കാൻ തുടങ്ങിയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ പരിഹാരം തരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, 21-8 വായിച്ച്. സംഖ്യ 21-8. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. വായിച്ചു. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും. ഹല്ലേലൂയ. നോക്കിയവരെല്ലാം ജീവിച്ചു. എല്ലാം അങ്ങ് മറന്നേ ദൈവമക്കളെ. പാമ്പിന്റെ കടി ഏറ്റിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. പാപത്തിൻ്റെ വിഷപ്പല്ല് താണവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിതത്തിൽ തെറ്റുപറ്റിയവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? വിഷമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, പാപം എന്ന് പറയുന്ന സിൻ ഈസ് ഓൾവേസ് എ സ്പിരിച്വൽ സയനൈഡ്. അത് അനേകരെ തീണ്ടിയിട്ടുണ്ട്, അനേകരിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അനേകരിന്ന് മരണാവസ്ഥയിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വേറെ ഒന്നും പറയാനായിട്ടില്ല. ഒരേ ഒരു സുവിശേഷത്തിൻ്റെ വാക്ക് മാത്രമേ പാവപ്പെട്ടൻ്റെ അടിയൻ്റെ നാവിൽ നിന്ന് ഒഴുകി വരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മോശ മരുഭൂമിയിൽ പിത്തളസർപ്പത്തെ ഉയർത്തിയതുപോലെ കാൽവറിയിൽ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ. പാപത്തിൻ്റെ കടിയേറ്റ് വിഷപ്പല്ലേറ്റ് വിഷം കടന്ന്
വന്ന് പാപത്തിൻ്റെ ഭരണാവസ്ഥയിൽ കഴിയുന്ന ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങളെ വീണ അവസ്ഥയിലൊന്ന് തിരിഞ്ഞു നോക്കി. ജീവൻ ഒഴുകി വരികയാണ്, ശാപം മുറിഞ്ഞു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാ വീണ് മരിക്കുന്നവൻ, അന്ത്യശ്വാസം വലിച്ചവൻ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നു. വേറെ ഒന്നുമല്ല കാരണം. മോശയെ നോക്കിയിട്ടല്ല, മുറിവിലേക്ക് നോക്കിയിട്ടല്ല, പാമ്പിനെ നോക്കിയത് കൊണ്ടല്ല, ആരുടെ മധ്യസ്ഥ കൊണ്ടല്ല, ഒന്നിലേക്ക് മാത്രം നോക്കി. രക്തം മാറുന്നൊഴിച്ച് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലേക്ക് മാത്രം ഒന്ന് നോക്കാവോ? അതിലേക്ക് മാത്രം ഒന്ന് നോക്കാവോ? ദൈവത്തിന് സ്തോത്രം. ജീവനാണ് കിട്ടുന്നത്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദൈവങ്ങളെ, ഒരു വാക്കോടെ എനിക്ക് വേഗം പറയാനായിട്ടുണ്ട്. ഒരു നോട്ടം അവസാനം നമുക്ക് വരിക്കില്ലേ? നമ്മൾ മരണക്കിടക്കിൽ കിടക്കുകയില്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ എന്നെടുത്ത് അപ്പോസ്തല പ്രവൃത്തികൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. ചുറ്റുപാട് നിൽക്കുന്നവരിലേക്ക് നോക്കി, വിട്ടുപോയതായ സമ്പത്തിലേക്ക് നോക്കി, ഇതിലേക്കൊന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത്. ദൈവമക്കളെ, മരണസമയത്ത് നമ്മുടെ കണ്ണു ഇറച്ചിരിക്കേണ്ട, ഉറ്റുനോക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ 7:54 മുതൽ 56 വരെ വായിച്ച്. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന് നേരെ പല്ല് കടിച്ചു. സ്തേഫാനോസിന്റെ നേരെ നിർമ്മല സുവിശേഷം പറഞ്ഞ് ജനത്തെ ഉണർത്തിയതായ സ്തേഫാനോസിന്റെ നേരെ ശത്രുക്കൾ പല്ല് കടിച്ച് കല്ലുമായിട്ട് ഓടി അടുത്തു വന്ന് കോപാജ്വലരായി. വായിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആ സമയത്ത് സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി മരിക്കുന്ന സമയത്ത് കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. തലയെല്ലാം പൊട്ടി, തലച്ചോറ് പുറത്തിയാടുന്നുണ്ട്, എവിടെയെല്ലാം മുറിഞ്ഞു, വേദനയോടെ പിടഞ്ഞ് മരിക്കുന്ന ആ സമയം സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു കണ്ടു. അടുത്ത വാക്യം വായിച്ചേ. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിക്കുന്ന സ്തേഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ പൊന്നുതമ്പുരാനോട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിനക്ക് ഇങ്ങനത്തെയാണ് യാത്രയയപ്പ്. കല്ലുകൊണ്ട് എറിഞ്ഞ് മുറിവേൽപ്പിച്ച് നീ എങ്ങോട്ട് വേണമെങ്കിൽ പൊക്കോളൂ, നിന്റെ ദൈവം എവിടെയെന്നൊക്കെ ചോദിച്ച് അവഹേളിച്ചാണ് നിന്നെ പറഞ്ഞു വിടുന്നത്. ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് സ്വീകരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് മനോഹരമായിരിക്കുന്ന മരണം, എന്ത് സൗഭാഗ്യമുള്ളതായിരിക്കുന്ന മരണം. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാമോ? ഇപ്പോൾ ക്രൂശിലേക്ക് നോക്കാമോ? ജീവൻ ഒഴുകി വരട്ടെ, നന്ദിയോടെ സ്തോത്രം. പാപമോചനം ഒഴുകി വരട്ടെ, രോഗശാന്തി ഒഴുകി വരട്ടെ, സമാധാനം ഒഴുകി വരട്ടെ, അന്ധകാരത്ത് അകറ്റുന്ന ദിവ്യപ്രകാശം കത്തി പടരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, സ്വർഗീയ സ്നേഹമേ, ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കാൽവറിയിലെ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രക്തം ഞങ്ങളോട് ഗുണകരമായി ഇടപെട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു കൊതിയുണ്ട് കർത്താവേ, മരണസമയത്ത് സ്വർഗവാതിൽ തുറന്നിരിക്കുന്നതും ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ടും മരിക്കാൻ കൃപ തരണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ.